ശ്രീ PK നവാസ് 7 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട വിൻസെന്റ് MLA അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, പുതിയ ആൽഫ ജനറേഷന് വേണ്ടി ഒരു AI വകുപ്പും കേരള സമൂഹം വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന വയോജന വിഭാഗങ്ങളെ ചേർത്ത് വെക്കാൻ ഒരു വയോജന വകുപ്പും ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന സർവ്വതല സ്പർശിയായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തെ എങ്ങനെയാണ് സാർ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയുക? സാർ, ഇത് പുതിയതും തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം. 16ാം കേരള നിയമസഭയിലെ ഈ 1ാം സമ്മേളനത്തിൽ ഈ വിനീതന് ഇവിടെ എണീറ്റ് നിൽക്കാൻ അവസരം നൽകിയിട്ടുള്ളത് താന്നൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളാണ്. സാർ, ഞാൻ അവരോട് നന്ദി പറയുകയാണ്. സാർ, വ്യാവസായിക പാർക്കുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന സമ്പന്നമായിരുന്നൊരു മണ്ഡലമായിരുന്നു സാർ എൻ്റെ താന്നൂർ. പക്ഷേ 2011 പഠനങ്ങളൊന്നുമില്ലാത്ത അശാസ്ത്രീയമായ വിഭജനത്തിലൂടെ ആ നിയോജക മണ്ഡലം പുനർനിർണയത്തിലൂടെ ചിറകരിഞ്ഞു പോയൊരു മണ്ഡലമായി മാറി. സാർ, ഇന്ന് ആ നിയോജക മണ്ഡലത്തിൽ സ്വന്തമായൊരു വ്യവസായ പാർക്കുകളോ മറ്റ് വികസന പ്രവർത്തനങ്ങളോ കാര്യമായി ഒന്നും ഇല്ലാത്തൊരു നാടായി അത് മാറിയിരിക്കുന്നു. സാർ, മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ വികസന കാര്യങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായി പുതിയ താന്നൂർ മാറിയിരിക്കുന്നു എന്നത് ഏറെ വേദനാജനകമാണ്. സാർ, പുതിയ താന്നൂരിന് വലിയ സ്വപ്നങ്ങളുണ്ട്. സാർ, ആ സ്വപ്നങ്ങളുള്ള മനുഷ്യരുടെ പ്രതീക്ഷയായാണ് ഞാൻ ഈ സഭയിൽ എണീറ്റ് നിൽക്കുന്നത്. അവരുടെ കിനാവുകൾക്ക് ചിറവ് നൽകാനാണ് സാർ ആ ജനത എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ നിയോഗത്തിന് എന്നെ ചുമതലപ്പെടുത്തിയ പാർട്ടിയെ സമാധാനീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും പാർട്ടി ലീഡർ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനും UDF നേതാക്കന്മാരോടും നന്ദി പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സാർ, എൻ്റെ താന്നൂരിന് ഒരു പിടി കിനാവുകളുണ്ട്. സാർ, AIക്കൊപ്പം സഞ്ചരിക്കാൻ പുതിയ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സഭക്കകത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സാർ, അവരുടെ കിനാവുകൾ എന്നത് വറുതിയുടെ കാലത്ത് ഒരു നേരമെങ്കിലും അവരുടെ അടുക്കള പുകയണമെന്ന കിനാവുമായാണ് സാർ അവർ ജീവിക്കുന്നത്. താന്നൂരിലെ പ്രശസ്തമായ മൂരിയാക്കാപ്പിന്റെ തരിശു ഭൂമിക്ക് മുമ്പിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആ ജനത കയ്യിൽ പിടിച്ച വിത്തുകളുമായി കാത്തിരിക്കുകയാണ്. സാർ, ആ കർഷക ജനതയുടേതാണ് എൻ്റെ താന്നൂർ. സാർ, 6 തദ്ദേശ സ്ഥാപനങ്ങളുള്ള താന്നൂരിൽ 5 തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് കുടിവെള്ളം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ്. സാർ, എൻ്റെ താന്നൂർ കടലിനോടായി പോരാടി ജീവിതം നെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ നാടാണ്. സാർ, മണ്ണിനോട് സംസാരിച്ച് അന്നം വിളയിക്കുന്ന കർഷകരുടെ നാടാണ്. സാർ, വിയർപ്പിനെ സമ്പത്താക്കി മാറ്റുന്ന സാധാരണ മനുഷ്യരുടെ നാടാണ് സാർ എൻ്റെ താന്നൂർ. സാർ, അഭിമാനത്തോടു കൂടിയാണ് ഈ സഭയിൽ എണീറ്റ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും ഇവിടെയുണ്ട്. താന്നൂരിലെ കത്തുകൾക്ക് ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള അക്ഷരങ്ങളുടെ ഭാരമുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാരോട് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ആ അർത്ഥത്തിൽ ആ കത്തുകളെ പരിഗണിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അപേക്ഷിക്കുകയാണ്. സാർ, ഇന്ന് UDF ഒരു പ്രതിനിധിയായി, ഒരു കന്യാംഗക്കാരനായി ഈ സഭയിൽ ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. കാരണം കേരളത്തിന്റെ നിയമസഭയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്കമാണ് സാർ 102 എന്ന് പറയുന്നത്. ആ 102ന്റെ ഭാഗമായി ഞാൻ ഈ സഭയിൽ എണീറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ പ്രതിപക്ഷത്തെക്കുറിച്ചാണ്. സാർ, ഈ പ്രതിപക്ഷത്തിന്റെ നേതാവായി ബഹുമാനപ്പെട്ട ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെയുണ്ട്. അദ്ദേഹം ഈ കന്യാംഗക്കാരനായി ഞങ്ങളെപ്പോലെ ഈ സഭയിലേക്ക് കയറി വരുമ്പോൾ 1970കളിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി അംഗങ്ങളുടെ എണ്ണം CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് അംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ഈ സഭയിലിരുന്നത്. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ പറയുന്നത്, ഇന്ന് അങ്ങിരിക്കുന്ന കസാരയുടെ പിറകിലേക്ക് നോക്കിയാൽ 70കളിലെ ആ ഓർമ്മകളിലേക്ക് താങ്കളെ തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് താങ്കൾക്ക് പിറകിലുള്ളത് എന്ന് പറയാൻ ഈ അവസരത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. സാർ, ദുർബലമായ ഒരു പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത്. എന്താണ് സാർ ഈ ദുർബലമായ അവസ്ഥയുടെ കാരണം? എന്തുകൊണ്ടാണ് സാർ പ്രതിപക്ഷത്തിന് ഈ ദുർബലമായ സാഹചര്യം ഉണ്ടായത്? CPMന്റെ കണ്ണൂർ പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടി എന്നാണ്. അതുകൊണ്ടാണോ സാർ ഈ അവസ്ഥ വന്നത്? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർ പോലും അതിനെ എൻഡോസ് ചെയ്യുന്ന രൂപത്തിലേക്ക് സംസാരിക്കുന്നത് മലയാളി വേദനയോട് കൂടി കേട്ടു. സാർ, അങ്ങനെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ന്യൂനപക്ഷ സമൂഹം ന്യൂനപക്ഷ വർഗീയത നിറഞ്ഞാടിയത് കൊണ്ടാണോ ഇവരിങ്ങനെ ദുർബലമായി പോയത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, തൃക്കരിപ്പൂരും തവനൂരും മഞ്ചേശ്വരവും തിരുവമ്പാടിയും കൊച്ചിയും പേരാമ്പ്രയും നിങ്ങൾ പരിശോധിക്കണം. സാർ, ഇവ മാത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ദുർബലപ്പെടുത്തിയത് എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. സാർ, ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദാഹരണം പോലും ഇല്ലാത്തവർക്ക് വർഗീയതയിൽ അഭയം തേടേണ്ടി വന്നേക്കാം. ആ അഭയം തേടലാണ് CPMന്റെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. സാർ, മറ്റൊരു വിചിത്രമായ വാദം കേരളത്തിൽ ഉണ്ടായി. സാർ, അത് ഈ നിയമസഭയിൽ അംഗമായിരുന്ന CPMന്റെ സാംസ്കാരിക നേതാവ് എന്നറിയപ്പെടുന്ന ശ്രീ സ്വരാജിന്റേതാണ്. സാർ, അദ്ദേഹം പറഞ്ഞത് വോട്ട് ചെയ്ത ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയതത്രേ, അവർക്കാണത്രേ പ്രശ്നമുണ്ടായതത്രേ. സാർ, ഞാൻ ഓർക്കുന്നത് മാർക്കസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന പുസ്തകത്തിൽ അവിടെ പരിചയപ്പെടുന്ന ഒരു പട്ടണമുണ്ട്. സാർ, അത് മാക്കൊണ്ട പട്ടണമാണ്. ആ പട്ടണത്തെ പോലെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറയുകയാണ്,
പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായപ്പോഴാണ് കേരളം ഉണ്ടായത്. ആ കേരളം ഒരു സ്വർഗമായിരുന്നു അത്രേ. ആ സ്വർഗത്തിലെ പ്രജകൾ അവർ വെറും വിഡ്ഢികളായതുകൊണ്ടാണ് അവർ പിണറായി വിജയൻ സർക്കാരിനെ പരാജയപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് കുറിപ്പ് വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യമുണ്ട് സാർ. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഏതോ ഒരു രാജാവിന്റെ കീഴിൽ ഒരു രാജഭരണം നടക്കുന്നു എന്നാണ് തോന്നിയത് സാർ. പ്രജകൾ രാജാവിനോട് നന്ദികേട് കാണിച്ചുവെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇടതുപക്ഷത്തെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഇന്ത്യയിലെ സ്വതന്ത്ര റിപ്പബ്ലിക്കിലെ ജനങ്ങൾ എന്ന് പറയുന്നവരാണ് അധികാരികൾ എന്ന് പറയുന്നവർ. അവരാണ് ജനങ്ങളെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അടിവരട്ട് ഓർമ്മപ്പെടുത്തുകയാണ് സാർ. CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഈ കനത്ത പരാജയത്തിനൊടുവിൽ, തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് സാർ. പാർട്ടി സഖാക്കളോടാണ് സാർ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഭയമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നും ഭയക്കാതെ തന്നെ അഭിപ്രായങ്ങൾ പറയണമെന്നുമാണ് പരാജയത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചത്, പാർട്ടി അണികളോട് പറഞ്ഞത്. സാർ, തോൽക്കേണ്ടി വന്നു സാർ. ചോദ്യം ചോദിക്കണമെന്ന് അണികളെ ഓർമ്മപ്പെടുത്താൻ പാർട്ടി സെക്രട്ടറിക്ക് ഈ ദയനീയമായ പരാജയത്തെ കാത്തിരിക്കേണ്ടി വന്നു സാർ. സാർ, ഇങ്ങനെ തകർന്നടിയേണ്ടി വന്നു സാർ. അഭിപ്രായങ്ങൾ പറയണമെന്ന് സ്വന്തം അണികളോട് പാർട്ടി സെക്രട്ടറി ഓർമ്മപ്പെടുത്താൻ ഇത്രമേൽ ദുർബലമായ അവസ്ഥയിലേക്ക് അവർ പോകേണ്ടി വന്നു സാർ. അതെ സാർ, തോൽക്കും മുമ്പേ ഭയക്കാതെ അഭിപ്രായം പറഞ്ഞവരുണ്ടായിരുന്നു. ഈ പരാജയം ഉണ്ടാകും മുമ്പേ ഭയക്കാതെ അഭിപ്രായം പറഞ്ഞവരുണ്ടായിരുന്നു. അങ്ങനെ ഭയക്കാതെ അഭിപ്രായം പറഞ്ഞ സഖാവ് ജി സുധാകരൻ ഇന്ന് ഈ സഭക്കകത്ത് ഇരിക്കുകയാണ് സാർ. അങ്ങനെ ഭയക്കാതെ ചോദ്യങ്ങൾ ചോദിച്ച സഖാവ് TK ഗോവിന്ദൻ ഇന്ന് ഈ സഭയിൽ ഇരിക്കുകയാണ് സാർ. അങ്ങനെ ഭയക്കാതെ എഴുതി വെച്ചിട്ടുള്ള പ്രിയപ്പെട്ട V കുഞ്ഞികൃഷ്ണൻ അവർ ഇന്ന് ഈ സഭയിൽ ഇരിക്കുകയാണ് സാർ. എന്നാൽ ഭയത്താൽ അഭിപ്രായം പറയാൻ മറന്നുപോയ, അത് മറച്ചു പിടിച്ച രാജാവിന് മുന്നിൽ റാൻമൂണികളായിരുന്ന കഴിഞ്ഞ സഭയിലുണ്ടായിരുന്ന 64 പേരെയാണ് സാർ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അവരുടെ വീട്ടിലേക്ക് തിരിച്ചയച്ചത്. 64 പേരെ ഈ ജനങ്ങൾ തിരിച്ചയച്ചു സാർ. ആരാണ് സാർ ഞാൻ പറഞ്ഞ ഈ 3 പേർ? അവർ ഞങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടവരാണോ? അല്ലല്ലോ സാർ, പ്രതിപക്ഷത്തിന്റെ ബെഞ്ചിലിരിക്കേണ്ടവരാണ്, പ്രതിപക്ഷത്തിന് കരുത്തു പകരേണ്ടവരാണ്. എന്തുകൊണ്ടാണ് സാർ അവർ ഞങ്ങൾക്കൊപ്പം ഇരിക്കേണ്ട അവസ്ഥയുണ്ടായത്? കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്നത് UDF ആണ് എന്ന തിരിച്ചറിവാണ് അവർ ഞങ്ങൾക്കൊപ്പം വന്നിരുന്നത് സാർ. സാർ, എങ്ങനെയാണ് സാർ ഇവർക്കൊപ്പം ഇരിക്കാൻ അവർക്ക് സാധ്യമാവുക? നല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് എങ്ങനെയാണ് സാർ ഇടതുപക്ഷത്തോടൊപ്പം ഇരിക്കാൻ സാധ്യമാവുക? കണ്ണൂർ ജില്ലാ സെക്രട്ടറി തുടർച്ചയായി പറഞ്ഞ ഒരു വാചകം നമുക്ക് ഓർമ്മയുണ്ട് സാർ. കാവ്യരാഷ്ട്രീയത്തിന് വിലക്കൂറുള്ള മണ്ണ് അത് UDF-ന്റേതല്ല LDF-ന്റേതാണ് എന്ന ധ്വനിയിലാണ് സാർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസാരിച്ചത്. ആ മണ്ണിൽ കാലുറച്ചു നിൽക്കാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും കഴിയാത്ത വിധം ഇവർ ജനങ്ങളിൽ നിന്ന് അന്യമായിരിക്കുന്നു സാർ. എന്തുകൊണ്ടാണ് സാർ ഇവർ പരാജയപ്പെട്ടത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങളുടെ ഈ ദയനീയ പരാജയത്തിന് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ജനജീവിതങ്ങൾ നിങ്ങളാൽ പൊറുതിമുട്ടിയപ്പോ ജനം നിങ്ങളെ മടുത്തു. ഈ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഉണ്ടായിരുന്നില്ല സാർ. സാർ, ഇവിടെ UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. അഭിമന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറിന്റെ നേതൃത്വത്തിൽ സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നു സാർ. സാർ, ഞാൻ കാര്യം കൂടി പറഞ്ഞു എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കാലത്ത് കേരളത്തിലെ അച്ഛനമ്മമാർ എത്ര സന്തോഷത്തോടു കൂടിയാണ് സാർ വാർത്താ മാധ്യമങ്ങൾ കണ്ടത്. ഓപ്പറേഷൻ തൂഫാൻ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്ത സാർ. നാടിന്റെ യൗവനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, നാടിന്റെ കൗമാരങ്ങളെ തകർത്തു കളയുന്ന ലഹരി മാഫിയ സംഘത്തിലെ 137 പേരെയാണ് സാർ ഒരു പകൽ കൊണ്ട് ഈ സർക്കാർ ജയിലറയിലേക്ക് കൊണ്ടുപോയത്. ഒരൊറ്റ ദിവസം കൊണ്ട് ജയിലറയിലേക്ക് കൊണ്ടുപോയത്. എന്താണ് സാർ അത്? ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തിരിക്കുമ്പോ അവർക്ക് സാധിക്കാതെ പോയത്. ഇച്ഛാശക്തി ഉണ്ടാകണമെന്നായിരുന്നു സാർ. അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു ആഭ്യന്തര വകുപ്പിനെ ഈ സഭയിൽ വെച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നന്ദി പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാർ.